ചെങ്ങന്നൂരിലെ ABVP നേതാവായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായ എല്ലാ പ്രതികളെയും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 20 പ്രതികളാണ് ഉണ്ടായിരുന്നത്. വിധിയുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. ABVP ചെങ്ങന്നൂർ നഗരസമിതി അംഗമായിരുന്ന ആറന്മുള കോട്ട ശ്രീശൈലം വീട്ടിൽ വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കേസിൽ 20 പ്രതികളാണ് ഉണ്ടായിരുന്നത്. മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു എന്ന ഒറ്റവരിയിലാണ് കോടതി വിധി പ്രസ്താവം നടത്തിയത്. 2012 ജൂലൈ 16 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാനൊരുക്കിയ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വിശാലിനെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം സ്ഥലത്തെത്തിയ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തി എന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. വിശാലിനോടൊപ്പം ഉണ്ടായിരുന്ന ABVP പ്രവർത്തകരായ വിഷ്ണു പ്രസാദ്, ശ്രീജിത്ത് എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അതേസമയം വിധിയുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ ഭാഗം അറിയിച്ചു. കോടതി മുമ്പാകെ ഹാജരാക്കിയ തെളിവുകൾ പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ആ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പരാതി കൂടി ഉണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ കാരണങ്ങളാണ്. വിധി ന്യായം കണ്ടതിന് ശേഷം, ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയും. അങ്ങനെയൊന്നുമില്ല. തക്കതായ എല്ലാ തെളിവുകളും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഹാജരാക്കിയിട്ടുണ്ട്. കോടതി മറ്റെന്തെങ്കിലും കമന്റ് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി വിധിന്യായം ജഡ്ജ്മെന്റ് പൂർണ്ണമായി കണ്ടതിന് ശേഷം തീരുമാനിക്കുകയുള്ളൂ എന്താണെന്നുള്ളത്. അത് എപ്പോഴേ കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്താണ് പറഞ്ഞത്? FIR പോലും വീക്കായിരുന്നു എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട്. അതായിരുന്നു ഇതിലേക്ക്? അത് തെറ്റായ ഒരു ആരോപണമാണത്. FIR തക്കതായ തെളിവുകൾ തന്നെ, സാക്ഷികളും ഒക്കെ കോടതി മുമ്പാകെ തക്കതായ തെളിവുകളും മൊഴികളുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. CDNet ന്യൂസ് മാവേലിക്കര.